മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ പരീക്ഷയൊക്കെ എഴുതി പോയതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? പേപ്പറൊക്കെ കിട്ടിയോ നിങ്ങൾക്ക്? എല്ലാവർക്കും ഫുൾ മാർക്കൊക്കെ ആണോ? ചിലർക്ക് കുറച്ച് മാർക്കൊക്കെ കുറവുണ്ടാവും, അതൊന്നും സാരില്ല. നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഉഷാറായിട്ട് നമുക്ക് നല്ലോണം പഠിച്ചിട്ട് എഴുതണം കേട്ടോ. എന്നാലും എല്ലാവർക്കും അങ്ങനെ വിഷമാവാനൊന്നും സാധ്യതയില്ല. കാരണം ലൈവുകളിലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലും ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതും പറഞ്ഞതുമായിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് എന്ത് ചെയ്തത്, പരീക്ഷയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മളുടെ കൂടെ സ്ഥലത്തിന്റെ കൂടെ പഠിച്ച കുട്ടികൾക്കൊന്നും എന്താവാൻ വഴിയില്ല, വിഷമാവാനൊന്നും വഴിയില്ല. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? മാർക്കൊക്കെ ടീച്ചറോട് പറയണം കേട്ടോ. കമന്റിൽ എന്ത് ചെയ്യണം? മക്കള് മാർക്കൊക്കെ ഇടണം. എത്ര മാർക്ക് കിട്ടി, എങ്ങനെ ഉണ്ടായിരുന്നു, ഏതാ തെറ്റിയെന്നൊക്കെ പറയണം കേട്ടോ. അപ്പൊ എല്ലാരും ഉഷാറായിട്ടിരിക്കല്ലേ? വെക്കേഷൻ ഒക്കെ നല്ല തകൃതി അടിപൊളിയാക്കിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ വീണ്ടും എന്ത് ചെയ്യാണ്? നമ്മളുടെ അല്ലെ അടുത്ത ഒരു ടേം അല്ലെ, സെക്കൻഡ് ടേം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോ നമ്മളുടെ സെക്കൻഡ് ടേമിൽ നമുക്ക് വീണ്ടും അല്ലെ മലയാള സെക്കൻഡില് രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് 3 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, എന്താണ് രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്, എന്താണ് യൂണിറ്റിന്റെ പേര്, ഇവിടെ പ്രവേശകമുണ്ടോ, പ്രവേശകമുണ്ടെങ്കിൽ എന്താണത് എന്നൊക്കെ അറിയണ്ടേ നമുക്ക് അല്ലെ. വീണ്ടും പഠിച്ചു തുടങ്ങണ്ടേ? അപ്പോ കണ്ണു വേണം ഇരുപുറം എപ്പോഴും. എന്താണ് നമ്മളുടെ സെക്കൻഡ് യൂണിറ്റിന്റെ പേര്? കണ്ണു വേണം ഇരുപുറം എപ്പോഴും എന്നാണ് രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര്. ഓക്കെ, അപ്പൊ എന്താണ് ഈ വരി എവിടുന്ന വന്നതെന്ന് അറിയാമോ? കടമ്മനിട്ട രാമകൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരന്റെ കോഴി എന്ന കവിതയിലെ വരിയാണിത്. കണ്ണു വേണം ഇരുപുറം എപ്പോഴും എന്ന് പറയുന്ന ആ തലക്കെട്ട്. നമ്മളുടെ യൂണിറ്റിന്റെ ശീർഷകം അല്ലെ, എന്താണ് ശീർഷകം? കണ്ണു വേണം ഇരുപുറം എപ്പോഴും എന്നുള്ളതാണ്. ഈ വരി എടുത്തിരിക്കുന്നത് കോഴി എന്ന് പറയുന്ന കവിതയിലാണ്. എന്താണ്? കോഴി എന്ന് പറയുന്ന കടമ്മനിട്ട രാമകൃഷ്ണൻ എഴുതിയ കവിതയിൽ നിന്നുള്ള ഒരു വരിയാണ്, കവിതയിലെ വരിയാണ് കേട്ടോ. അപ്പൊ കവിത കുഞ്ഞു കവിതയാണ്, എന്ന് ടീച്ചർ വായിക്കാം. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും, ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ് അല്ലെ. അപ്പൊ എങ്ങനെയുള്ള കണ്ണു വേണമെന്നാണ് പറയുന്നത്? നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും മുകളിലും താഴെയും ഉള്ളിലും ഒക്കെ എന്ത് വേണം? കത്തിജ്വലിക്കുന്ന കണ്ണ്, ഉൾക്കണ്ണ് അല്ലെ. അതിജീവന അല്ലെങ്കിൽ ജാഗ്രതയുടെ, നമ്മൾ എപ്പോഴും എന്താണ് നമ്മളുടെ ചുറ്റും നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അല്ലെ. നമ്മളെ ഭയങ്കരമായിട്ട് എന്താണ് ജാഗരൂകരായിരിക്കണം അല്ലെ. നമ്മളുടെ അപ്പുറവും ഇപ്പുറവും തള്ളക്കോഴി പറഞ്ഞു കൊടുക്കാണ് തന്റെ കോഴി കുഞ്ഞുങ്ങളോട് അല്ലെ. പരുന്തുണ്ടാവും, കുറുക്കനുണ്ടാവും, നായ്ക്കളുണ്ടാവും, കാക്കകൾ ഉപദ്രവിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിരിക്കണം, ജാഗ്രതയോടെ ഇരിക്കണം. കണ്ണ് വേണം അപ്പുറവും ഇപ്പുറത്തും മുകളിലും താഴെയും, ഉള്ളിലും വേണം, ഉൾക്കണ്ണും വേണം അല്ലെ. നമുക്ക് എപ്പോഴും എന്താണ് അങ്ങനെ ഇരിക്കണം എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കവിതയില് അല്ലെ രാമകൃഷ്ണൻ പറയുന്നത്. അപ്പൊ കോഴി എന്നാണ് കവിതയുടെ പേര്. അപ്പൊ അതിലുള്ള വരിയാണ് ഇത്, കണ്ണു വേണം ഇരുപുറം എപ്പോഴും എന്ന് പറയുന്ന നമ്മളുടെ യൂണിറ്റിന്റെ തലക്കെട്ടാണ്. എന്താണ്? തലക്കെട്ടാണ്. അപ്പൊ ഇതിന്റെ പ്രവേശകമായിട്ട് മറ്റൊരു കവിതയാണ് കൊടുത്തിരിക്കുന്നത്, അതിജീവനം എന്ന് പറയുന്ന വീരാൻകുട്ടി മാഷിന്റെ വളരെ പ്രധാനപ്പെട്ട അല്ലെ മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞു കവിതയാണ് കേട്ടോ. അപ്പൊ കുഞ്ഞു കവിതകൾ എഴുതി പ്രസക്തനായിട്ടുള്ള ആളാണ് ആര്? വീരാൻകുട്ടി മാഷ്. മടപ്പള്ളി കോളേജിലൊക്കെ അദ്ദേഹം അധ്യാപകനായിരുന്നു. അദ്ദേഹം പേരാമ്പ്രയ്ക്ക് അടുത്തുള്ള അല്ലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചതും വളരുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോ മലയാളത്തില് ഈ കുഞ്ഞു കുഞ്ഞു കവിതകൾ, ഒരുപാട് കവിതകൾ എഴുതിയിട്ടുള്ള, ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള ആളാണ് ആര്? വീരാൻകുട്ടി മാഷ് കേട്ടോ. അപ്പൊ കവിത നമുക്ക് നോക്കാം. എന്താണ് കവിതയുടെ പേര്? അതിജീവനം എന്നാണ്. അതിജീവിക്കുക കേട്ടോ. അതിജീവനം എന്നാണ് നമ്മളുടെ കവിതയുടെ പേര്. ഒരു കുഞ്ഞു പുല്ലിനെ കുറിച്ചാണ് പറയുന്നത്. ഈ കുഞ്ഞു പുല്ലിന് വേനലിനെ അതിജീവിക്കാനാകുമോ അല്ലെ? ഭയങ്കര കടുത്ത വേനലിൽ ഒരു കുഞ്ഞു പുല്ലാണ് അല്ലെ. അപ്പൊ അതിന് ഈ വേനലിനെ അതിജീവിക്കാനാകുമോ എന്നാണ് കവി ചോദിക്കുന്നത്. കൊന്നമരമേ, വെയിലിനെ ഉരുക്കി സ്വർണമാക്കി കാതിലണിയുന്ന പണി അതിനെ പഠിപ്പിക്കണേ. എന്നിട്ട് എന്ത് ചെയ്യാണ്? കൊന്നമരത്തോട് പറയാണ് അല്ലെ. വെയിലിനെ എന്ത് ചെയ്യുന്നു? അതായത് കൊന്നമരം അല്ലെ. കണിക്കൊന്നകൾ കണ്ടിട്ടില്ലേ? ഏതു മാസത്തിലാ കണിക്കൊന്നകൾ ഉണ്ടാവുക? ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. അതായത് നല്ല വെയിലുള്ള സമയമാണ് അല്ലെ. നമ്മുടെ വെക്കേഷൻ വിഷുവിന്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത്? കൊന്നപ്പൂക്കൾ ഉണ്ടാവുക അല്ലെ. അപ്പൊ വിഷു ഏത് സമയത്താണ്? നല്ല കൊടുമ്പിരി കൊള്ളുന്ന ചൂടുള്ള സമയത്താണ്. അപ്പൊ കവി പറയാണ്, ഈ വെയിലിനെ ഉരുക്കി നീ എന്താണ്? മഞ്ഞ നിറാണ് അല്ലെ. അപ്പൊ വെയിലിന്റെ ആ നിറത്തോട് സൂചിപ്പിക്കുകയാണ്. അപ്പൊ വെയിലിനെ ഉരുക്കി നീ എന്ത് ചെയ്യുന്നു? സ്വർണമാക്കി കാതിലണിയാണ്. അത് ആര്? കൊന്നപ്പൂക്കൾ. കാരണം കൊന്നപ്പൂക്കള് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആ വെയിലത്താണ് അത്
അടർന്ന് ഭംഗിയിൽ നിൽക്കുന്നത് അല്ലെ. അപ്പൊ ആ വിദ്യ എന്ത് ചെയ്യണം, നീ ഒന്ന് ഈ കുഞ്ഞു പുല്ലിനൊന്ന് പറഞ്ഞു കൊടുക്കണം അല്ലെ. അതായത് ഇത്രയും കടുത്ത വേനലിനെ അതിജീവിച്ച് നിൽക്കുന്നതിന്റെ ആ ഒരു അതിജീവന മന്ത്രം അല്ലെ, കൊന്നമരം അല്ലെ ഈ കൊന്നപ്പൂവിനോട് പറയാണെന്ത്, ഈ കുഞ്ഞു പുല്ലിന് അതൊന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് പറയാണ്. എന്നിട്ടോ, ഉങ്ങുമരമേ വേനലിനെ എടുത്ത് കുളിർത്തൊപ്പിയാക്കി തലയിൽ വെക്കുന്ന കളി അതിനെ ശീലിപ്പിക്കണേ. എന്നിട്ട് ഉങ്ങുമരത്തിനോട് പറയാണ്, ഉങ്ങുമരത്തിന് എന്താണ്, വേനൽക്കാലത്ത് നിറയെ ഇലകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ഇല പൊഴിയാതെ നിൽക്കുന്ന ഉങ്ങുമരത്തോട് പറയാണ്, നീ വേനലിനെ എടുത്ത് കുളിർത്തൊപ്പിയാക്കി വെക്കുന്ന വിദ്യ അല്ലെ, വേനലിനെ എടുത്ത് എന്താണ് ഒരു കുളിർത്തൊപ്പി പോലെ ആക്കി വെക്കുന്ന വിദ്യ എന്ത് ചെയ്യണം, നീ കുഞ്ഞു പുല്ലിനെ ഒന്ന് ശീലിപ്പിക്കണം എന്ന് പറയാണ്. എന്നിട്ടോ, അല്ലെന്നാൽ ചെറുതല്ലേ എന്ന് വെച്ച് വേനൽ അതിനെ പച്ചയ്ക്ക് തിന്നു കളയും അല്ലെ. അപ്പൊ ഇതൊന്നും അതിനെ പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ കുഞ്ഞു പുല്ല് ചെറുതല്ലേ എന്ന് വിചാരിച്ചിട്ട് വേനൽ എന്ത് ചെയ്യും, അതിനെ അപ്പാടെ അങ്ങ് തിന്നു കളയും എന്നാര് പറയാണ്, എഴുത്തുകാരൻ പറയാണ് അല്ലെ. അപ്പൊ ഈ കുഞ്ഞു കവിതയിലൂടെ, നമ്മുടെ ഈ കുഞ്ഞു പുല്ലിലൂടെ എന്താണ്, സമൂഹത്തിലുള്ള സാധാരണക്കാരായ നിസ്സഹായരായിട്ടുള്ള അല്ലെ, ഒരുപാടൊന്നും എന്താണ് സമൂഹത്തില് അല്ലെ സ്വാധീനം ചെലുത്താത്ത ഒരു ഓരത്തേക്ക് മാറ്റി നിർത്തപ്പെട്ട ആളുകളുടെ പ്രതിനിധിയാണ് ആക്ച്വലി ആരെന്ന് പറയുന്നത്, നമ്മളുടെ കവിതയിലുള്ള കുഞ്ഞു പുല്ല് കേട്ടോ. അപ്പൊ കുഞ്ഞു പുല്ല് എന്ന് പറയുന്ന സംബോധന തന്നെ എന്താണ്, അതിരറ്റ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഒക്കെ സൂചനയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പൊ കുഞ്ഞു പുല്ലിന് ഈ അതിജീവനം, ഈ പറയുന്ന വെയിലിനെ അതിജീവിച്ച് മുന്നേറാനുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും അല്ലെ ശീലങ്ങളും ഒക്കെ എന്ത് ചെയ്യണം, അതിനെ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് കവി പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്, വേനലിൽ ഇല പൊഴിച്ച് പ്രകൃതിക്കും മനുഷ്യനും സന്തോഷം നൽകുന്ന വിധത്തില് സ്വർണ്ണപ്പൂക്കൾ അണിഞ്ഞു നിൽക്കുന്ന ആണെന്ത്, കൊന്നമരം എന്നാണ് പറയുന്നത്. അതായത് ഏത് ശക്തമായ വെയിലിലും എന്ത് ചെയ്യുന്നു, കൊന്നകൾ പൂത്ത് നിൽക്കും, കൊന്നമരം പൂത്ത് നിൽക്കുന്നത് കാണാം അല്ലെ, നല്ല മഞ്ഞ നിറത്തില്. അപ്പൊ അതിന്റെ ഒരു അതിജീവനം അല്ലെ, എങ്ങനെയാണ് ഈ വെയിലില് ഇത്രയും മനോഹരമായ പൂക്കൾ ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ ആ ഒരു അതിജീവന തന്ത്രം എന്ത് ചെയ്യണം, കുഞ്ഞു പുല്ലിന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഉങ്ങുമരത്തിന് അല്ലെ, വെയിലിന് തൊപ്പിയാക്കി വെക്കുന്ന, കുളിർത്തൊപ്പിയാക്കി വെക്കുന്ന ശീലം എന്ത് ചെയ്യണം, ഒന്ന് നമ്മളുടെ കുഞ്ഞു പുല്ലിന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറയാണ്. ഓക്കെ. അപ്പൊ പുല്ല് എന്ന് പറയുന്ന പ്രയോഗം അത് പുച്ഛം, പരിഹാസം അല്ലെ, പുല്ല് എന്നൊക്കെ നമ്മൾ പറയില്ലേ അല്ലെ, പുല്ലാണ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അത് നിസ്സാരത, അതിന്റെ നിസ്സാരതയാണ് കാണിക്കുന്നത്. പുച്ഛത്തോടെ പരിഹാസത്തോടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പുല്ല് എന്ന് പറയുന്ന പ്രയോഗം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദുർബലരും നിസ്സഹായരുമായവരോട് അധികാരവും കരുത്തുമുള്ളവർ കാണിക്കുന്ന അവഗണന, പാർശ്വവൽക്കരണം, അതായത് ഇത്തരം പാവപ്പെട്ട ആളുകളെ അല്ലെ എന്ത് ചെയ്യുന്നു, ഒരു അരികിലേക്ക് പാർശ്വത്തിലേക്ക് മാറ്റി നിർത്തുന്നുണ്ട് നമ്മളുടെ സമൂഹത്തില് പല അവസ്ഥകളിൽ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ എന്താണ് പ്രതീകമാണ് നമ്മളുടെ കവിതയിലുള്ള കുഞ്ഞു പുല്ല് കേട്ടോ. അപ്പൊ ആ പ്രയോഗമൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ പ്രവേശകമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. കണ്ണു വേണം ഇരുപുറം എപ്പോഴും എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക, വരി ശ്രദ്ധിക്കുക. അത് കൂടി എന്ന് പറയുന്ന കടമ്മനിട്ടയുടെ വരി അല്ലെ, കവിതയിൽ നിന്നും എടുത്തിരിക്കുന്ന വരിയാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ സെക്കൻഡ് യൂണിറ്റിന്റെ പ്രവേശകം. ഈ സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് 3 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. 2 മത്സ്യങ്ങൾ അല്ലെ, അതിജീവനത്തിന്റെ കഥ പറയുന്ന അംബികാ സുധൻ മാങ്ങാടിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞു കഥയാണ് 2 മത്സ്യങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗം. രണ്ടാമത്തെ എന്താണ്, കിട്ടും പണമെങ്കിൽ ഇപ്പോൾ അല്ലെ, അതായത് പൈസ കിട്ടിയാൽ എന്ത് വൃത്തികേടുകളും ചെയ്യുന്ന മനുഷ്യരെ കുറിച്ചുള്ള കുഞ്ചൻ നമ്പ്യാരുടെ വളരെ മനോഹരമായ ഒരു കവിതയാണ്. അടുത്തത് തേൻകനി എന്ന് പറയുന്ന നാടകമാണ് അല്ലെ, കുഞ്ഞുങ്ങളുടെ ഉള്ളിലുള്ള അനാവശ്യമായിട്ടുള്ള ഭയങ്ങളെ എടുത്തു മാറ്റേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്ന ഒരു കഥയാണ്, നാടകമാണ്. കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള വയലാർ വാസുദേവയുടെ നായരുടെ നാടകമാണ്, എന്തോ പറ്റിയല്ലോ, നാടകമാണ് തേൻകനി എന്ന് പറയുന്ന പാഠഭാഗം. അപ്പൊ ഇത്രയും 3 പാഠഭാഗങ്ങളാണ് നമുക്ക് സെക്കൻഡ് യൂണിറ്റിൽ എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണോ, മനസ്സിലായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഇനി ഏത് പാഠമാണ്, ഓൾറെഡി ചിലപ്പോൾ സ്കൂളിലൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഇനി ഏത് പാഠാ വേണ്ടത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടോ, എന്തിനെങ്കിലും കുറിച്ച് പറയേണ്ടതുണ്ടോ അല്ലെ. അപ്പൊ അതൊക്കെ മക്കൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്താലല്ലേ ടീച്ചർക്ക് അറിയുള്ളൂ. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇനി ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.